ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ക്ലാസ് ഇട്ടിരുന്നത്. ഇന്ന് മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ നല്ലതാണെങ്കിൽ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ക്ലാസ്സിലോട്ട് പോവാം. ഇന്നത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്ററാണ്. തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഫസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. അതിൽ പ്രത്യേകിച്ചായിട്ട് ഒന്നുമില്ല. രണ്ടാമത്തെ പേജിൽ കുറച്ച് പടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞിട്ട്. അതിലും വേറെ പോയിൻറ്റ്സ് ആയിട്ട് അങ്ങനെ ഒന്നും പഠിക്കാനായിട്ട് ഇല്ല. അടുത്ത് നോക്കിക്കോളൂ. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ ചിലതിന് നമുക്ക് സമ്മാനം ലഭിക്കും, ചിലതിന് നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലം ലഭിക്കും അല്ലേ. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി എന്ത് കിട്ടും, പണം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ഏതും ആയിക്കോട്ടെ, ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു കച്ചവടമായിരിക്കും, ചിലപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നേഴ്സോ ഡോക്ടറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ഏത് മേഖലയിലായിരുന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് എന്താണ്, പണമാണ് നമുക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് അല്ലേ. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ, അപ്പോൾ 1 മാസം ആവട്ടെ, 2 മാസം വെച്ചിടപ്പോൾ 1 ദിവസം ആയിക്കോട്ടെ, ഒരാൾ ഏർപ്പെടുന്ന ഒരു ജോലിയിൽ അയാൾക്ക് കിട്ടുന്ന വരുമാനമാണ് എന്തെന്ന് പറയുന്നത്, പണമാണ് അയാൾക്ക് കിട്ടുന്ന വരുമാനം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും പണം പ്രതിഫലമായി ലഭിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് നമ്മളിത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളടുത്ത് താഴോട്ട് വരുമ്പോൾ തൊഴിലെന്ന് പറഞ്ഞിട്ട് പഠിപ്പു തീർന്നാൽ കവിതയാണ് കൊടുത്തേക്കുന്നത്. കവിത ഒന്ന് വായിച്ച് വെച്ചേക്കണം. ചിലപ്പോൾ നമുക്ക് മലയാളത്തിലെങ്ങാനും ഇതുപോലെ കവിതകളും കവിയൊക്കെ ചോദിക്കുമല്ലോ, അതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടും. NV കൃഷ്ണവാര്യർ എഴുതിയ കവിതയാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ കവിതയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് വെച്ചേക്കുക. അടുത്ത് നോക്കിക്കോ. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുത്ത വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് കവി ഇവിടെ എന്ത് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു തൊഴിലിന് വേണ്ടിയാണല്ലേ ഈ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു തൊഴിൽ നേടാൻ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമോ ഭൗതികമോ ആയി ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി ഒരു വ്യക്തി കായികമായിട്ടോ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തൊഴിലെന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായിട്ടോ ആണ് ലഭിക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന എന്തിനു വഴിയാണ്, കൂലിയായിട്ടോ നമുക്ക് ശമ്പളമായിട്ടോ ഒക്കെ ആയിരിക്കും ലഭിക്കുന്നത്. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗ്ഗമാണ് തൊഴിൽ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിലോ അല്ല നമ്മൾ തന്നെയോ ഒക്കെ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തൊഴിലാണല്ലേ. അടുത്ത നോക്കാം, കൂലിയും ശമ്പളവും എന്താണെന്ന് നോക്കാം. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. അപ്പോൾ എനിക്ക് ഇന്ന ദിവസം ഇത്ര ദിവസം, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തു തരാം, ഇത്ര മണിക്കൂർ ഞാൻ ജോലി ചെയ്തു തരാം, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ തന്നെ ഞാൻ ഇവിടെ ജോലി ഇത്ര നാൾ ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള ഒരു പ്രതിഫലമായിട്ട് ആ ഒരു കരാർ പ്രകാരം ഇയാൾ ചെയ്ത ഒരു സേവനത്തിന് ആ ഒരു പ്രതിഫലമായിട്ട് തൊഴിലുടമ നൽകുന്നതാണ് എന്ത് പറയുന്നത്, കൂലി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ നമ്മളും ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ജോലിക്ക് നമുക്ക് കിട്ടുന്ന കൂലി എന്താണ്, നമുക്കൊരു അഡ്വൈസ് മെമ്മോ, അതല്ലേ നമുക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കോ. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ആവാം, ചിലപ്പോൾ ദിവസങ്ങളുടെ ആവാം, ചിലപ്പോൾ മാസങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ കൂലി നിശ്ചയിക്കും കേട്ടോ. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. അപ്പോൾ ഞാൻ പറയാം, ദിവസത്തിൽ നൽകുന്നത് കൂലിയും പ്രതിമാസത്തിൽ നൽകുന്നത് ശമ്പളമാണ്. തെറ്റിപ്പോരുത്. ഒരു ദിവസത്തിൽ നൽകുന്നത് കൂലിയും പ്രതിമാസത്തിൽ നൽകുന്നത് ശമ്പളവുമാണ്. അടുത്ത് നോക്കാം, വരുമാന സ്രോതസ്സുകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളുടെ ആണ്.
കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് തൊഴിലിലൂടെ മാത്രമാണ് വരുമാനം ലഭിക്കുന്നതല്ല. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുമല്ലോ. ബാങ്ക് നിക്ഷേപത്തിലൂടെ എങ്ങനെയാണ്? നമുക്ക് നിക്ഷേപം കൊണ്ടിടുമ്പോൾ നമുക്ക് പലിശയായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും? വരുമാനം ലഭിക്കും. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വരുമാനം നൽകുന്ന വസ്തുവകകളോ നമ്മുടെ അധ്വാനമോ ആണെന്ന് പറയുന്നത് നമ്മുടെ വരുമാന സ്രോതസ്സെന്ന് നമ്മൾ പറയുന്നത്. അടുത്തൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആസ്തികൾ എന്താണെന്ന് നോക്കാം. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികളെന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയൂലേ, അയ്യോ ഇയാൾക്ക് ഇത്രയും ആസ്തി ഉണ്ടല്ലേ എന്നൊക്കെ പറയില്ലേ. ആസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. ധനവിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പണം നൽകുന്ന, വിവിധ രൂപത്തിൽ നമുക്ക് പൈസ കിട്ടുന്നത്. അതെന്തായിരിക്കും? ചിലപ്പോൾ കെട്ടിടങ്ങളിലൂടെ ആയിരിക്കും. കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടൂലേ, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കാം? നമ്മുടെ വസ്തുവകകളിലൂടെ ആയിരിക്കാം. വസ്തുവൊക്കെ പാട്ടം കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? ആസ്തികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ താഴെ എന്താണ് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തൊഴിൽ, ബാങ്ക് നിക്ഷേപങ്ങൾ, കൃഷി, ആസ്തികൾ, ഇതൊക്കെ നമ്മുടെ വരുമാന സ്രോതസ്സുകളാണ് അല്ലേ. അടുത്ത് നോക്കൂ. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനമാണ് ഈ പട്ടികയായിട്ട് കൊടുത്തിരിക്കുന്നത്. വരുമാന സ്രോതസ് ഏതാണ്? കൃഷി. കൃഷിയിൽ നമുക്ക് എന്ത് വരുമാനമാണ് കിട്ടുന്നത്? വിള കിട്ടും അല്ലേ കൃഷിയിൽ നിന്ന്. തൊഴിൽ നമുക്ക് എന്ത് കിട്ടും? കൂലിയോ ശമ്പളമോ ഒക്കെ കിട്ടും. ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ലാഭം. ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബാങ്ക് നിക്ഷേപം നിന്ന് പലിശ കിട്ടും. പിന്നെ ആസ്തികളിൽ നമുക്ക് എന്ത് കിട്ടും? വാടകയോ പാട്ടമോ ആണ് നമുക്ക് ആസ്തികളിൽ നിന്ന് കിട്ടുന്നത്. ഓഹരി നിക്ഷേപങ്ങളിൽ നമുക്ക് എന്ത് കിട്ടും? ലാഭവിഹിതം കിട്ടും. അവിടെ നോക്കാം. വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്താണ്? ജോലിക്ക് പോകുന്നവരുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് വ്യക്തിഗത വരുമാനം, കുടുംബ വരുമാനവും നമുക്ക് നോക്കാം. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെയാണ് അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാവുന്നത് പോലെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ജോലിയെന്നല്ല, അയാൾക്ക് വിവിധ തരം ജോലികളിലൂടെ എന്ത് ചെയ്യും? വരുമാനം നേടാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പോൾ ഒരാൾ കൃഷി ചെയ്യുന്നെങ്കിൽ കൃഷിയിൽ നിന്ന് അയാൾക്ക് പൈസ കിട്ടും. ബാങ്കിൽ അയാൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് എന്ത്? വരുമാനം കിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ ഒരാൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ തൊഴിലുകളുടെയും തൊഴിലിതര മാർഗങ്ങളുടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. അപ്പം തൊഴിൽ മാർഗത്തിലൂടെയും കിട്ടും, തൊഴിലിതര മാർഗത്തിലൂടെയും കിട്ടുന്നു വരുമാനം. തൊഴിലിതര മാർഗം എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? തൊഴിലൂടെ അല്ലാതെ ബാങ്ക് നിക്ഷേപമോ അതിലൂടെയൊക്കെ കിട്ടുന്നതാണ് എന്താണ്? തൊഴിലിതര മാർഗങ്ങളെന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. അപ്പോൾ ഒരു വ്യക്തിക്ക് ജോലി ആയിക്കോട്ടെ, ബാങ്ക് നിക്ഷേപം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാന സ്രോതസ്സിനെയാണ് വ്യക്തിഗത വരുമാനമെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നത് വ്യക്തിഗത വരുമാനവും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനം കുടുംബ വരുമാനവുമാണ്. മനസ്സിലായോ ഈ പറഞ്ഞതെല്ലാം? അടുത്ത് നോക്കാം. വിവിധ തരം തൊഴിലുകളുണ്ട് അല്ലേ. മേളിൽ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കാം. കാർഷിക തൊഴിലുകൾ എന്തോന്ന് നോക്കാം. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തുന്നത്, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. അപ്പോൾ കാർഷിക തൊഴിൽ എന്താണ്? കാർഷിക തൊഴിലിന് ഉപയോഗിക്കുന്ന എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെന്താണ്? പട്ടുനൂൽ കൃഷി കേട്ടിട്ടില്ലേ? കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത് പറയുന്നത്? കൃഷി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് 2022-23 എക്കോണോമിക്കൽ റിവ്യൂവിൽ പറയുന്നത്. എത്ര ശതമാനമാണ്? 46.5% പേർ
കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കൃഷിയുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അടുത്ത് നോക്കിക്കോ, കാർഷികേതര തൊഴിലുകൾ. കാർഷികേതര തൊഴിലുകൾ എന്താണ്? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷികേതര തൊഴിലായിട്ട് പരിഗണിക്കാം. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാർഷിക തൊഴിലല്ല, നമുക്ക് ബാക്കി എന്ത് വേണോ ചെയ്യാം, ബിസിനസ് ആയിക്കോട്ടെ, വേറെ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, പക്ഷേ കൃഷിയുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെയുള്ള തൊഴിലുകളെയാണ് കാർഷികേതര തൊഴിലുകളായിട്ട് പരിഗണിക്കുന്നത്. വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. അപ്പോൾ എന്താണ്? വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും പിന്നെ എന്താണ് അതൊക്കെ വിവിധ തരം സേവനങ്ങളൊക്കെ കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപന, ഗതാഗത, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ബിസിനസ് ആവാം, കെട്ടിട നിർമ്മാണമാവാം, വസ്ത്രനിർമ്മാണമാവാം, ബാങ്കിങ് ആവാം, അധ്യാപകനാവാം, പിന്നെ ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും. കാർഷിക തൊഴിലുകൾ ഏതാണ്? നെൽകൃഷി, മത്സ്യകൃഷി, അതുപോലുള്ള. കാർഷികേതര തൊഴിലുകളാണ് കച്ചവടം, കെട്ടിട നിർമ്മാണം. അടുത്തത് സ്വയം തൊഴിൽ. സ്വയം തൊഴിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ്. സ്വന്തമായി തൊഴിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭകം ലാഭമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം എന്നതിനൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ നൽകുന്നു. തുടർന്ന് വായിക്കുക എന്താണ്? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്രമായി സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്വയം തൊഴിലെന്ന് പറയും. അപ്പോൾ സ്വയം തൊഴിൽ തൊഴിലുടമയില്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ, ആരുടെ നിയന്ത്രണമില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യാണ്? തൊഴിൽ ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അതിലൂടെ എന്ത് ചെയ്യും? തൊഴിൽ ലഭിക്കുന്നതാണ് ഈ സ്വയം തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു വ്യക്തിയുടെ എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. അപ്പോൾ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി താൻ ഏർപ്പെട്ട സംരംഭത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കും. പിന്നെ തൻ്റെ സ്വയമായ ഒരു തൊഴിലാളിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കും. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. അല്ലേ? ഉദാഹരണം എന്താണ്? പലചരക്ക് കടകൾ കാണും, തുന്നൽ കടകൾ, പലഹാരക്കടകൾ, അതൊക്കെ കാണില്ലേ? ഇതൊക്കെ എന്താണ്? സ്വയം തൊഴിൽ. അതിൽ ലാഭം കിട്ടിയാലും നഷ്ടം കിട്ടിയാലും അത് ചെയ്യുന്ന ആളായിരിക്കും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ലഭിക്കുന്നത്. ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കിപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ കുടുംബശ്രീ അതുപോലുള്ളവരൊക്കെ സ്വയം തൊഴിൽ യൂണിറ്റുകളാണ് ഇപ്പോഴത്തെ. അടുത്ത് നോക്കിക്കോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളമാണ് താഴെ കൊടുത്തിരിക്കുന്ന. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് വളരെ വലിയൊരു പങ്കാണ് ആര് നിർവഹിക്കുന്നത്? സ്വയം തൊഴിലുകാർ നിർവഹിക്കുന്നത്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നത്. ഏതൊക്കെയാണ്? നവജീവൻ പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ്? മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അടുത്തത് കൈവല്യ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അപ്പോൾ നവജീവൻ പദ്ധതി എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയും, കൈവല്യ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും, ശരണ്യ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതികളാണ്. മനസ്സിലാക്കി പഠിച്ചോളണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളമാണ് കൊടുത്തിരിക്കുന്നത്. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാം ചിലപ്പോൾ. ഇത് ജസ്റ്റ് ഒരു കോളം ഒന്ന് വായിച്ച് വിട്ടാൽ മതിയേ. വേറെ പ്രത്യേകിച്ചായിട്ട് അതിലൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിന് അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഫോളോ ചെയ്ത് പോവുക. എൻ്റെ ഒരു ടെലിഗ്രാം ID ഇവിടെ ഉണ്ട്. വേണമെന്നുള്ളവർക്ക് ഞാനിതിൽ കമൻറ്റ് ചെയ്തിട്ടേക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് PDF കിട്ടും. ഓക്കെ, താങ്ക് യു.